प्यारे बच्चों, सबको मेरा नमस्कार। हमारा तीसरा पाठ का नाम है सूचना का अधिकार अधिनियम। यह हमारा अधिकार है. നമ്മുടെ മൂന്നാമത്തെ പാഠമായ സൂചനാ കാ അധികാർ അധിനിയം എന്ന പാഠം പഠിക്കുന്നതിനായി എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ നമുക്ക് പാഠഭാഗത്തിൻ്റെ അവസാനം വിശദമാക്കാം. അതുമാത്രമല്ല, ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതും വിലയേറിയതുമായ ഒരറിവാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ വളരെ ശ്രദ്ധയോടെ കാണുക, കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക. സൂചനാ കാ അധികാർ അധിനിയം, അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയാൻ ഈ പാഠം വളരെയധികം സഹായിക്കുമെന്ന് തോന്നുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രയോജനപ്പെടുത്താവുന്ന ഒന്നാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നതിനെക്കുറിച്ച് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഞാൻ നൽകാം. അതായത്, ഇന്ത്യയിലെ സർക്കാർ ഭരണനിർവഹണം സംബന്ധിച്ച് പല കാര്യങ്ങളിലും സർക്കാർ സൂക്ഷിക്കുന്ന വിവിധ തരം വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയാൻ അവകാശം നൽകുന്ന 2005 ഒരു സുപ്രധാന നിയമമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഇത് 2005 നിലവിൽ വന്നത്. ലോകത്ത് ആദ്യ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് സ്വീഡനിലാണ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് തമിഴ്നാട്ടിലാണ് ഇത് നിലവിൽ വന്നത്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള വിവരാവകാശം കൊടുത്താൽ 30 ദിവസത്തിനകം അതിനുള്ള മറുപടി ലഭിക്കേണ്ടതാണ്. അതായത്, ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ വിവരാവകാശം കൊടുക്കേണ്ടത്. അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതിലൂടെ ഇന്ന് ജനങ്ങൾ വളരെയധികം പ്രയോജനങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. ഇനി പാഠം ശ്രദ്ധിക്കുക. അതിനുശേഷം എങ്ങനെയാണ് വിവരാവകാശത്തിനുള്ള ലെറ്റർ തയ്യാറാക്കേണ്ടത് എന്ന് നമുക്ക് പഠിക്കാം. സൂചനാ കാ അധികാർ അധിനിയം, യഹ് ഹമാര അധികാർ ഹേ. പാഠത്തിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശം എന്നത് നമ്മുടെ അവകാശമാണ്. ഓക്കെ. ഭാരത് ഏക് ലോകതാന്ത്രിക് ദേശ് ഹേ. ലോകതാന്ത്രിക് മീൻസ് ഡെമോക്രാറ്റിക്, ജനാധിപത്യം. ലോകതാന്ത്രിക് ദേശ് മീൻസ് ഡെമോക്രാറ്റിക് കൺട്രി. ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ്. ലോകതാന്ത്രിക് വ്യവസ്ഥ മേ ജനസാധാരൺ ഹി ദേശ് കാ അസലി മാലിക് ഹോത്താ ഹേ. ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള അധികാരികൾ. മാലിക് മീൻസ് ഓണർ. അപ്പം ഞാൻ വേർഡ് മീനിങ്സ് ഇതിനോടൊപ്പം പറയുന്നുണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് വായിക്കുമ്പോൾ വളരെയധികം പ്രയോജനം ചെയ്യും. ഓക്കെ. മാലിക് ഹോനെ കെ നാത്തെ जनता को यह जानने का हक है कि जो सरकार उसकी सेवा के लिए बनाई गई है वो क्या कहाँ और कैसे कर रही है. അങ്ങനെ അധികാരികളായിരിക്കുന്ന അവസ്ഥയിൽ ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട്. എന്താണ്? സർക്കാർ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സർക്കാർ എന്ത് ചെയ്യുന്നു, എവിടെ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? ജനങ്ങൾക്കുണ്ട്. 2005 में देश की संसद ने एक कानून पारित किया जो सूचना का अधिकार अधिनियम 2005 के नाम से जाना जाता है. संसद मीन्स पार्लियामेंट. कानून लॉ. 2005 നമ്മുടെ രാഷ്ട്രത്തിൽ പാർലമെൻ്റ് ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമമാണ് സൂചനാ കാ അധികാർ അധിനിയം 2005, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 എന്ന പേരിൽ അറിയപ്പെടുന്നത്. इस अधिनियम में व्यवस्था की गई है कि किस प्रकार नागरिक सरकार से सूचना मांगेंगे और किस प्रकार सरकार जवाबदेह होगी.
ഇസ് അധിനിയമ ലോ ഈ ഒരു നിയമത്തിൽ വ്യവസ്ഥ കി ഗയി ഹേ വ്യവസ്ഥ കണ്ടീഷൻ അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ കിസ് പ്രകാർ നാഗരിക് സിറ്റിസൺ പൗരൻ ഏത് വിധത്തിലാണോ ഓരോ പൗരനും സർക്കാരിൽ നിന്ന് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനുള്ള മറുപടി കൊടുക്കാൻ എത്രത്തോളം ഉത്തരവാദിത്വം കാണിച്ചു എന്ന് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശവും ഈ നിയമം നൽകുന്നു. सूचना का अधिकार अधिनियम हर नागरिक को अधिकार देता है कि वो सरकार से कोई भी सवाल पूछ सके या कोई भी सूचना ले सके, किसी भी सरकारी दस्तावेज की प्रमाणित प्रति ले सके, किसी भी सरकारी दस्तावेज की जांच कर सके, किसी भी सरकारी काम की जांच कर सके, किसी भी सरकारी काम में इस्तेमाल सामग्री का प्रमाणित नमूना ले सके. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അതായത് വിവരാവകാശ നിയമത്തിൽ ഹർ നാഗരികോ ഓരോ പൗരനും ഓരോ സിറ്റിസണും എന്തിനൊക്കെയുള്ള അധികാരമുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്കുള്ള അധികാരം നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. യേ അധികാർ ദേത്താ ഹേ കി വോ സർക്കാർ സേ കോയി ബി സവാൽ പൂച്ച് സകേ അവർക്ക് സർക്കാരിനോട് ഏത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. യാ കോയി ബി സൂചന ലേ സകേ എന്ത് ഇൻഫർമേഷനും നമുക്ക് നേടിയെടുക്കാം. കിസി ബി സർക്കാരി ദസ്താവേസ് കി പ്രമാണിത പ്രതി ലേ സകേ ഏതെങ്കിലും സർക്കാർ ഡോക്യുമെൻസിൻ്റെ ദസ്താവേസ് മീൻസ് ഡോക്യുമെൻറ്റ്സ് പ്രമാണങ്ങൾ ഏതെങ്കിലും സർക്കാർ ഡോക്യുമെൻസിൻ്റെ പ്രമാണിത പ്രതി മീൻസ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കോപ്പി സൈൻഡ് കോപ്പീസ് വേണമെങ്കിൽ നമുക്ക് ആവശ്യപ്പെടാം. കിസി ബി സർക്കാരി ദസ്താവേസ് കി ജാഞ്ച് കർ സകേ ഏതെങ്കിലും സർക്കാർ ഡോക്യുമെൻസിനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. ജാഞ്ച് കർണ മീൻസ് എൻക്വയറി നടത്താം. കിസി ബി സർക്കാരി കാം കി ജാഞ്ച് കർ സകേ ഏതെങ്കിലും സർക്കാർ ജോലികളെക്കുറിച്ച് നമുക്ക് എൻക്വയറി നടത്താം. കിസി ബി സർക്കാരി കാം മേ ഇസ്തേമാൽ സാമഗ്രി കാ പ്രമാണിത് നമുന ലേ സകേ ഏതെങ്കിലും സർക്കാർ ജോലികളിൽ ഇസ്തേമാൽ സാമഗ്രി മീൻസ് ഉപയോഗിത സാമഗ്രി അതായത് അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള പ്രമാണിത നമുന സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കോപ്പികൾ നമുക്ക് ആവശ്യപ്പെടാം. ലേക്കിൻ ഇസ് നിയം മേ सैन्य बल CBI जांच जारी रहने वाले मामले विदेशी सरकारों से विश्वास के नाते प्राप्त तथा मान्य व्यक्ति के उपचार और बीमारी से जुड़ी सूचनाएं प्रदान करने से इनकार किया जा सकता है. അതായത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യപ്പെടാമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഏതൊരു കാര്യത്തിനും ചില പരിമിതികളുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഈ വിവരാവകാശ നിയമത്തിനും കുറച്ച് ചെറിയ ചില പരിമിതികളൊക്കെ ഉണ്ട്. അതായത് എന്തൊക്കെയാണവ എന്ന് നോക്കാം. ഇസ് നിയമേ സൈന്യബലത്തെക്കുറിച്ചും CBI ജാഞ്ച് ജാരി റഹനെ വാലെ മാമലെ അതായത് CBI അന്വേഷണം തുടരുന്ന പ്രശ്നങ്ങൾ വിദേശി സർക്കാരോं से विश्वास के नाते प्राप्त तथा मान्य व्यक्तियों के उपचार അതായത് വിദേശി സർക്കാരിൽ നിന്ന് നമുക്ക് വിശ്വാസപൂർവം ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ അവയെക്കുറിച്ച് ഈ വിവരാവകാശത്തിൽ വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. തഥാ മാന്യ വ്യക്തിക്ക് ഉപചാർ മീൻസ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ബഹുമാന്യരായിട്ടുള്ള ആളുകൾ വലിയ വലിയ നേതാക്കന്മാരും ആളുകളുമായിട്ടുള്ളവരുടെയൊക്കെ ഉപചാർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചോ അവരുടെ അസുഖത്തെക്കുറിച്ചോ ഉള്ള സൂചന പ്രദാൻ കർണേ സേ ഇൻകാർ കിയാ ജാ സക്താ ഹേ ഇൻഫോർമേഷൻസ് ഒക്കെ നൽകുന്നതിനെ എന്ത് ചെയ്യുന്നു റെഫ്യൂസ് ചെയ്യുന്നു. ഇൻകാർ കർണ മീൻസ് വിസമ്മതിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് നോക്കാം. ആം ജനതാ की सुरक्षा तथा भलाई के लिए संसद द्वारा पारित अधिनियम का फायदा उठाने हेतु ആം ജനത മീൻസ് സാധാരണ ജനങ്ങളുടെ സുരക്ഷയ്ക്കും ഭലായി മീൻസ് നന്മയ്ക്കും വേണ്ടി സൻസദ് ദ്വാര പാരിത് അധിനിയം സൻസദ് പാർലമെൻറ്റ് പാസാക്കിയ ഈ നിയമം ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു നിയമത്തിലൂടെ ജനങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ നെക്സ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. യേ ഹമാര അധികാർ ഹേ എന്താണ് ഇത് നമ്മുടെ അവകാശമാണ്.
എന്താണ് സൂചനാ കാ അധികാർ അധിനിയം? സൂചനാ കാ അധികാർ അധിനിയം 2005 എന്നുള്ളത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, അത് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. കാരണം അത് ഒരു ലോങ് സെൻറ്റൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. सूचना का अधिकार अधिनियम 2005 का अधिनियम संख्यक 22 प्रत्येक लोक प्राधिकारी के कार्यकरण में पारदर्शिता और उत्तरदायित्व के संवर्धन के लिए लोक प्राधिकारियों के नियंत्रणाधीन सूचना तक पहुंच सुनिश्चित करने के लिए नागरिकों के सूचना के अधिकार की व्यावहारिक शासन पद्धति स्थापित करने एक केंद्रीय सूचना आयोग तथा राज्य सूचना आयोग का गठन करने और उनसे संबंधित या उनसे आनुषंगिक विषयों का उपबंध करने के लिए अधिनियम। प्रत्येक लोक प्राधिकारी के कार्यकरण में पारदर्शिता और उत्तरदायित्व के संवर्धन के लिए പ്രത്യേക മീൻസ് ഓരോ ലോക പ്രാധികാരി പൊതുജന ഭരണാധികാരി ഓരോ പൊതുജന ഭരണാധികാരിയുടെയും കാര്യകരൺമേ മീൻസ് കാര്യകാരണങ്ങളിൽ പാരദർശിത और उत्तरदायित्व के संवर्धन के लिए പാരദർശിത മീൻസ് ക്ലിയർനെസ് ഉത്തരദായിത്വ റെസ്പോൺസിബിലിറ്റി സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി അതായത് ഓരോ പൊതുജന ഭരണാധികാരിയുടെയും കാര്യകാരണങ്ങളിലുള്ള സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി लोक प्राधिकारियों के नियंत्रणाधीन सूचना तक पहुंच सुनिश्चित करने के लिए പൊതുജന ഭരണാധികാരിയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങളിലേക്ക് എത്തിയെന്ന് ഉറപ്പിക്കുവാനും വേണ്ടി नागरिकों के सूचना के अधिकार का व्यावहारिक शासन पद्धति स्थापित करने പൗരന്മാർക്ക് വിവരാവകാശത്തിലേക്ക് ഇടപെടുവാനുമുള്ള ഒരു ഭരണപദ്ധതി സ്ഥാപിച്ചുകൊണ്ട് एक केंद्रीय सूचना आयोग तथा राज्य सूचना आयोग केंद्रीय सूचना आयोग मीन्स നാഷണൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഒരു നാഷണൽ ഇൻഫർമേഷൻ കമ്മീഷനും തഥാ രാജ്യസൂചന ആയോഗ് കൂടാതെ രാജ്യസൂചന ആയോഗ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും गठन करने और उनसे संबंधित या उनसे आनुषंगिक विषयों का രൂപപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട കൂടാതെ സാന്ദർഭികമായ വിഷയങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വേണ്ടി വിഷയോं का उपबंध करने के लिए വിവരശേഖരണം നടത്തുന്നതിനും വേണ്ടി ഉള്ളതാണ് അധിനിയം. ഒന്നുകൂടെ പറയാം. വിവരാവകാശ നിയമം 2005 2005 22-ാം നിയമം 2005 ജൂൺ 15 ഓരോ പൊതുജന ഭരണാധികാരിയുടെയും കാര്യകാരണങ്ങളിലുള്ള സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുവാനും പൊതുജന ഭരണാധികാരിയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങളിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പിക്കുവാനും പൗരന്മാർക്ക് വിവരാവകാശത്തിലേക്ക് ഇടപെടുവാനുള്ള ഒരു ഭരണപദ്ധതി സ്ഥാപിച്ചുകൊണ്ട് നാഷണൽ ഇൻഫർമേഷൻ കമ്മീഷനോ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനോ രൂപപ്പെടുത്തുകയോ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായ വിഷയങ്ങളുടെ ശേഖരണത്തിനും വേണ്ടിയുള്ള നിയമം, അതാണ് വിവരാവകാശ നിയമം. ഇന്ത്യയിലെ അസാധാരണ ഗസറ്റ് ഭാരത് കാ രാജപത്ര അസാധാരൺ. ഒരുപാട് വലിയ സെൻറ്റൻസാണ്, കുറച്ച് പ്രയാസം തോന്നിക്കാണും. പക്ഷേ നിങ്ങളത് പഠിക്കേണ്ടതൊന്നുമില്ല. നിങ്ങൾക്ക് അതിലെ എല്ലാ വാക്കുകളും ഒന്ന് ശരിയായ രീതിയിൽ അർത്ഥമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്ര വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞത്. ജസ്റ്റ് എന്താണ് വിവരാവകാശ നിയമം എന്നത് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ എന്താണ് വിവരാവകാശ നിയമം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി
പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ നോക്കാം. പേജ് നമ്പർ 17. അതിലൊരു ചിത്രം കാണാം. ആ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു മനസ്സിലാക്കാൻ സാധിച്ചു? എന്തായാലും അതൊരു കൊളാഷാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം നിങ്ങൾ ഒരുപാട് സ്കൂളുകളിലും മറ്റും പല പ്രവർത്തനങ്ങളിലും കൊളാഷ് തയ്യാറാക്കാനൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ആ കൊളാഷ് കണ്ടിട്ട് അതിലെ പിക്ചേഴ്സ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതൊരു ബാലശ്രം ചെയ്യുന്ന കുട്ടികളുടെ കൊളാഷാണെന്നുള്ളതാണ്. ബാലശ്രം എന്ന് പറയുന്നത് ബാലവേല, ചൈൽഡ് ലേബർ. അതായത് നമ്മുടെ ചിത്രത്തിൽ ഒരു കഴുകൻ എന്ന് പറഞ്ഞാൽ കഴുകൻ്റെ ചിത്രത്തിനുള്ളിലായിട്ടാണ് ഈ ബാലശ്രം ചെയ്യുന്ന കുട്ടികളുടെ പിക്ചറെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പുറത്തു നിന്ന് ഒരു കുട്ടി അതിനെ വീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത്, ഈസ് ദൃശ്യനെ ആപ്കെ ദിൽ മേ കോൺസി പ്രതിക്രിയ ജഗായി? ഈ ദൃശ്യം നിങ്ങളുടെ മനസ്സിൽ എന്ത് പ്രതികരണമാണ് ഉണർത്തുന്നത്? നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ബാലവേല ചെയ്യുന്ന ധാരാളം കുട്ടികളുണ്ട്. കേരളത്തിൽ പൊതുവെ കുറവാണെങ്കിലും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നോക്കുകയാണെങ്കിൽ ബാലവേല ചെയ്ത് ജീവിക്കുന്ന ധാരാളം കുട്ടികളെ നമുക്ക് കാണാനാവുന്നതാണ്. അവരൊക്കെ ഈ ബാലവേല ചെയ്ത് ജീവിക്കുമ്പോഴും അവരുടെ മനസ്സിലും എന്തുണ്ടാവാം? ഒരുപാട് ആശകളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടാവാം, അല്ലേ? അപ്പോൾ ഈ കഴുകൻ്റെ പിക്ചറിലൂടെ നമുക്ക് കാണാനാവുന്നത്, കഴുകൻ എന്ന് പറയുന്നത് വൾച്ചറാണ്, അതിൻ്റെ പിക്ചറിലൂടെ നമുക്ക് കാണാനാകുന്നത് ഈ ബാലവേലയാകുന്ന കഴുകൻ നിഷ്കളങ്ക ബാല്യങ്ങളെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. അത് അവർ തങ്ങളുടെ ഭാവിയെ സുന്ദരമായ ആശകൾ കൊണ്ട് നിറകണ്ണുകളോടെ നോക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രവും നമുക്ക് കാണാനാവുന്നതാണ്. ഇത്തരത്തിലുള്ള എന്ത് പ്രതികരണമാണ് നിങ്ങളുടെ മനസ്സിലുണ്ടായത് എന്നുള്ളതാണ് എഴുതേണ്ടത്. രണ്ടാമതായി, കൊളാഷ് കെ ലിയെ ഉചിത് പാദടിപ്പണി ലിഖി. നമ്മൾ കണ്ടിട്ടുള്ള ഈ കൊളാഷിന് ഉചിതമായിട്ടുള്ളൊരു പാദടിപ്പണി മീൻസ് അടിക്കുറിപ്പ്. നിങ്ങൾ അടിക്കുറിപ്പ് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവാം. അതുകൊണ്ട് അതിന് വേണ്ട ഒരു അടിക്കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കുക. അടിക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ലക്ഷ്യാർത്ഥ പർ കേന്ദ്രിത് ഹേ, അതായത് ലക്ഷ്യാർത്ഥത്തെ കേന്ദ്രീകരിച്ചുള്ളതായിരിക്കണം. സമൂച്ചെ ഭാവുകോ ആത്മസാത് കിയാ ഹേ, അതിൻ്റെ മുഴുവൻ ആശയവും ഉൾക്കൊള്ളുന്നതായിരിക്കണം. അതിൻ്റെ ഒരു തീം ഉൾക്കൊള്ളുന്നതായിരിക്കണം. നല്ല പ്രഭാവശാലിയായിരിക്കണം. ഇത്തരം കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ അടിക്കുറിപ്പ് തയ്യാറാക്കാൻ. ഇനി നെക്സ്റ്റ് പേജിൽ വിവരാവകാശം ചോദിച്ചുകൊണ്ടുള്ള ഒരു ലെറ്റർ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് നോക്കാം. അതായത് കത്തുകൾ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് ഫോമൽ ലെറ്ററും ഇൻഫോമൽ ലെറ്ററും. അത് ഫോമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ ഒഫീഷ്യലായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഔപചാരിക കത്തുകൾ എന്ന് പറയും. ഇൻഫോമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിനും യാതൊരു ഔപചാരികതയും ഇല്ലാതെ നമുക്കിഷ്ടമുള്ള ആളുകൾക്കും തയ്യാറാക്കി കൊടുക്കുന്ന കത്താണ് ഇൻഫോമൽ ലെറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വിവരാവകാശം ചോദിച്ചുകൊണ്ടുള്ള ഒരു കത്ത് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. അത് ബാലശ്രം തടയുന്നതിനു വേണ്ടി വിവരാവകാശം ചോദിച്ചുകൊണ്ടുള്ള ഒരു കത്താണ്. അത്തരം കത്ത് തയ്യാറാക്കുമ്പോൾ അത് കത്തിൻ്റെ വലതുവശത്ത് മുകളിലായി 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ടതുണ്ട്. അതിന് പകരമായി നമ്മൾ ചെറിയൊരു ബോക്സ് വരഞ്ഞ് അതിനുള്ളിൽ 10 രൂപയെ എന്നെഴുതുക. നേരെ ഇടതുവശത്തായി 2 അഡ്രസ്സാണ് എഴുതേണ്ടത്. സേവാമേ സാർവജനിക് സൂചന അധികാരി, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. പിന്നെ രണ്ടാമതായി എഴുതേണ്ടത് നമ്മൾ ഏത് വിഭാഗത്തിനാണോ, അതായത് നമ്മുടെ കത്തിൻ്റെ വിഷയം ബാലശ്രം തടയുന്നതിനു വേണ്ടിയുള്ളതാണ്, അതുകൊണ്ട് അത് തൊഴിൽ മന്ത്രാലയത്തിനാണ് തയ്യാറാക്കേണ്ടത്. റോസ്ഗാർ മന്ത്രാലയ്, ഭാരത സർക്കാർ, നയി ദില്ലി. അതാണ് 2 അഡ്രസ്സ്. അത് നമ്മളുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് അഡ്രസ്സ് ഉണ്ടായിരിക്കുക. ഇനി അടുത്തതായി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആവേദക കാ നാം എന്ന് പറഞ്ഞാൽ ആപ്ലിക്കൻറ്റിൻ്റെ പേര്. ടാക്ക പൂരാപദ,
ആരാണോ അപ്ലൈ ചെയ്യുന്നത് അവരുടെ മുഴുവൻ അഡ്രസ്സ്. മൂന്നാമതായി നമ്മുടെ വിഷയം എന്താണോ അത്. അടുത്തതായി മാംഗി ഗയി സൂചന കാ വിവരൺ, അതായത് നമുക്ക് ആവശ്യമുള്ള നമ്മൾ എന്ത് വിവരമാണോ ആവശ്യപ്പെടുന്നത് അത് ചോദിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഒരു 2-3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെ നമ്മൾ ബാലശ്രം തടയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ക്യാ ഭാരത് മേ ബാലശ്രം പർ കാനൂനി रोक है, तो बालश्रम रोकने और उसके खिलाफ समाज को सचेत करने के कौन कौन से प्राविधान है. ബാലശ്രം തടയുന്നതിന് വേണ്ടി എന്തെങ്കിലും നിയമമുണ്ടോ, അതിനെതിരായി സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള എന്തൊക്കെ സംവിധാനങ്ങളാണുള്ളത്. അതുപോലെ തന്നെ രണ്ടാമതായി ചോദിക്കുന്നത് ഈ റോസ്ഗാർ മന്ത്രാലയം മുഖേന रोजगार जगहों में सूचना पट लगवाने की, सूचना पट मीन्स നോട്ടീസ് ബോർഡ്, തൊഴിൽ സ്ഥലങ്ങളിൽ നോട്ടീസ് ബോർഡ് സ്ഥാപിക്കാനുള്ള എന്തൊക്കെ നടപടികളാണ് ചെയ്യാൻ കഴിയുക. बालश्रम के बारे में पता चलने पर किस कार्यालय में सूचना देनी है. പിന്നെ ബാലശ്രമിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഏതൊക്കെ ഓഫീസുകളിലാണ് ഇൻഫർമേഷൻ നൽകേണ്ടത്. കാര്യാലയ കാ ദൂർഭാഷ് ഉപലബ്ധ ഹേ, ദൂർഭാഷ് മീൻസ് ഫോൺ നമ്പർ, കാര്യാലയൻ്റെ ഓഫീസിൻ്റെ ഫോൺ നമ്പർ ലഭ്യമാക്കാൻ കഴിയുമോ. बालश्रम के लिए प्रेरित करने वालों को मिलने वाला अधिकतम दंड क्या है. ഈ ബാലശ്രമിന് വേണ്ടിയിട്ട്, ചൈൽഡ് ലേബറിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ആളുകളുടെ അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ വിഷയം എന്താണോ അതുമായി ബന്ധപ്പെട്ട 2-3 ചോദ്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ അഞ്ചാമതായിട്ട് ഈ സൂചന ടാക്കിയ ദസ്തീമേ, നമ്മൾ ഈ ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കേണ്ടത് ഏത് വഴിയാണ് എന്നുള്ളതാണ്. അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വിവരാവകാശം ചോദിച്ചുകൊണ്ട് കത്തെഴുതേണ്ടത്. ഈ 5 കാര്യങ്ങളാണ് കത്തിൻ്റെ ഉള്ളടക്കം. അതിന് താഴെയായിട്ട് വലതുവശത്തായി സിഗ്നേച്ചറും നെയിമും ഉൾപ്പെടുത്തുക, ഇടതുവശത്തായി പ്ലേസ്, ഡേറ്റ് എന്നിവ കൂടി ചേർക്കണം. ഓക്കെ. ഈ കത്ത് 2 രീതിയിൽ തയ്യാറാക്കാവുന്നതാണ്. ഒന്ന് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. മറ്റൊന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള അനുവർത്തികാര്യം ചെയ്യുന്നതിനൊപ്പം നിങ്ങൾക്ക് നൽകുന്നതാണ്. എല്ലാവരും വിവരാവകാശ നിയമത്തെക്കുറിച്ചും അതോടൊപ്പം വിവരാവകാശം ചോദിച്ചുകൊണ്ട് കത്തെഴുതുന്ന രീതിയെക്കുറിച്ചും ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക്